ഇന്ന് തിരുവനന്തപുരത്തെ കൗൺസിലർ, അതായത് നമുക്കറിയാം വാഴോട്ടുകോണത്ത് കൗൺസിലറായിരുന്ന ആർ സുഗതന്റെ പുനർസത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുന്നത്. അതും വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച്. അപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഇന്ന് അത് നടക്കുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി സെൻട്രൽ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അവസ്ഥ വന്നു എന്ന് പറയുന്ന ഒരു നാണക്കെട്ട അവസ്ഥയല്ലേ? തീർച്ചയായിട്ടും ചരിത്രത്തിൽ ആദ്യമായി, അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നുമല്ല, ഒരു കാപ്പ കേസിലെ പ്രതി ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിന് ഈ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ വി രാജേഷാണ്. വി രാജേഷിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതായിരുന്നു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ സുഗതന്റെ കൗൺസിലർ സ്ഥാനം പോകുകയാണെങ്കിൽ വീഴാൻ പോകുന്നത് BJPയുടെ ഭരണസമിതി തന്നെ ആയിരിക്കും. പക്ഷെ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട മെസ്സേജാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വാഴോട്ടുകോണം വാർഡിലെ എല്ലാ വോട്ടർമാരും പശ്ചാത്തപിക്കുന്നുണ്ടാകാം വോട്ട് ചെയ്തതിനെയും ജയിപ്പിച്ചതിനെയും ഓർത്ത്. എന്ത് തന്നെയായാലും ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ അദ്ദേഹത്തെ കാപ്പ കേസ് ചുമത്തി ജയിലിൽ കയറ്റിയ ശേഷം BJP എടുക്കേണ്ടിരുന്ന നിലപാടെന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ്, വാഴോട്ടുകോണം വാർഡിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു BJP സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ ജയിപ്പിച്ചെടുക്കും എന്നുള്ളൊരു ആർജവം കാണിക്കണമായിരുന്നു. അതായിരുന്നു രാഷ്ട്രീയ കേരളത്തോട് അവർ കാണിക്കേണ്ട ബേസിക് മാന്യത എന്ന് പറയുന്നത്. പക്ഷെ അത് കാണിക്കാൻ അവർ തയ്യാറായില്ല. അതിന് പകരം തമ്മിൽ കടിപിടി കൂടുന്ന, അല്ലെങ്കിൽ ആ ഒരൊറ്റ വിഷയത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി കൗൺസിലിൽ പോലും വലിയ ബഹളങ്ങൾ ഉണ്ടാകുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഒരു നല്ലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഉതകുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിന് നമ്മൾ എന്ത് സംഭാവന ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന എല്ലാ വോട്ടർമാർക്കും ഇനി BJP ഭരണസമിതി വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും അവരുണ്ടാക്കിയ ബാഡ് എക്സാമ്പിൾസിനെ പറ്റിയും കൃത്യമായ ധാരണയുണ്ടാകും. അപ്പോൾ വരും തിരഞ്ഞെടുപ്പുകളിലും BJPക്ക് ഒരു സ്പേസ് കൊടുക്കാൻ ഈ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒരു ഭാവിയെയാണ് BJPയുടെ തന്നെ മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവിയാണ് ഈ ഒരു ഒറ്റ നീക്കം കൊണ്ട് അവർ തന്നെ വെട്ടി വീഴ്ത്തിയത്. ശരിക്കും നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജയിലിൽ നിന്ന് വന്ന് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു ഇലക്ഷന് നിന്നതായിട്ടൊക്കെ നമ്മൾ കേട്ട് നമ്മൾ പരിഹസിച്ചിരുന്നതാണ്. നമ്മൾ സാക്ഷരത എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് കോടതി വിധിയെ നമ്മൾ മാനിക്കണം സംബന്ധിച്ച്. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി നടക്കണം. ജനങ്ങൾക്ക് അനീതി നടക്കുമ്പോൾ അതിനു വേണ്ടി പോരാടേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പൊ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ശരിക്കും ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ. ഒരു നേതാവ് ഇപ്പൊ വാഴോട്ടുകോണത്തിലെ മൊത്തം ആൾക്കാരും ഇപ്പൊ ഒരു നാണംകെട്ട അവസ്ഥയിലായിരിക്കും. വാഴോട്ടുകോണം മാത്രമല്ല, കേരളം തന്നെ ഒരു നാണംകെട്ട അവസ്ഥയിലായിരിക്കും. അപ്പൊ ഇനി BJP ഭരണം ഇനി കേരളത്തിൽ വന്നാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് കാണിച്ചു തരികയാണ് ഇതിലൂടെ. അതെ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഇതിന് മുമ്പത്തെ ഇടത് ഭരണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞതായിരുന്നു. അപ്പോൾ BJPയുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വി രാജേഷുമായിട്ടുള്ള നേഷൻ ഫസ്റ്റിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തമായ പ്ലാനുകളുണ്ട്, വ്യക്തമായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി ധാരണയും ക്ലാരിറ്റിയും ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഒന്ന് വർക്ക് സെറ്റായി തുടങ്ങാനുള്ളൊരു കാലതാമസമായിരിക്കാം ഉണ്ടായിരുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ വിചാരിച്ചുവെങ്കിൽ പോലും ഒരു തെറ്റായ തീരുമാനമായിരിക്കും അത് എന്ന് ഇപ്പോൾ തോന്നിപ്പോകുകയാണ്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ കൗൺസിലിനുള്ളിൽ ഒരു പാർട്ടി യോഗത്തിൽ ഒരു അറ്റൻഡൻസ് രേഖപ്പെടുത്തരുത് എന്നുള്ളൊരു നയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് പ്രശ്നവും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ശരിക്കും നമുക്ക് ഈ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് കാപ്പ കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൗൺസിലർ സ്ഥാനം റദ്ദാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്, സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ VD സതീശന്റെ കാവൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഹൈക്കോടതി വിധി ഉണ്ടെങ്കിൽ അത് മാനിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം കോടതിയുടെ ഉത്തരവായിരുന്നു. അപ്പോൾ അത് നിർവഹിക്കാന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് അവർ ചെയ്തു. അതുപോലൊക്കെ തന്നെയാണ്. ഇന്റൻസിറ്റി വ്യത്യാസമാണെങ്കിലും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്.
അപ്പോൾ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നായിരുന്നു അവസാന ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടപടിയെടുക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇതേ നടക്കുകയുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശബരിനാഥൻ, കൗൺസിലറായ ശബരിനാഥൻ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കൗൺസിലിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള സമയങ്ങളിലും ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു യുദ്ധകളമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇനിയുള്ളതല്ല, ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് രജിസ്റ്ററിൽ അറ്റൻഡൻസ് ഒപ്പിടുന്നത് തുടങ്ങി വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മുടെ നടക്കുന്നത്. ശരിക്കും BJP ഭരണത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നമുക്കറിയാം. നേരത്തെ LDF ആയിരുന്നു, LDFന്റെ ഒരു കോട്ട തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം മുൻപ് ഭരിച്ചിരുന്നവരുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയാണ് BJPക്ക് വോട്ട്. ഒരു മാറ്റത്തിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ BJPക്കായിട്ട് വോട്ട് ചെയ്ത്. പക്ഷെ എന്ന് BJP കയറിയോ അന്ന് തൊട്ടൊരു മൊത്തം ഒരു പ്രശ്നമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ കൗൺസിലർമാരുടെ തന്നെ ഇപ്പൊ സുഗതന്റെ നേരത്തെ രജിസ്റ്റർ ഒപ്പിടാൻ പറ്റാത്തതിന്റെ അങ്ങനെ ഒരു യുദ്ധക്കളം തന്നെയാണ്. അപ്പം ഇന്നലെ ശബരിനാഥൻ പറഞ്ഞതുപോലെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. LDF UDF BJP തമ്മിൽ പരസ്പരം ഒരു പോര് തന്നെ നമുക്ക് ഇവിടെ കാണേണ്ടി വരുന്ന അവസ്ഥ വരും തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും ഇത് സമാപിക്കാൻ പോകുന്നതൊന്നല്ല. കാരണം ഇടതുപക്ഷം ഇനി പറയാൻ പോകുന്നത് VD സതീശൻ സുഗതനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ അവസരം കൊടുത്തു, ഹൈക്കോടതിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള നറേറ്റീവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല വിധത്തിലുള്ള ഈ പറഞ്ഞ നറേറ്റീവ്സ് അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്നുള്ള സ്റ്റോറീസ് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത്രയും പേര് കൗൺസിലിലുള്ള BJP ഭരണസമിതിക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ഇതിനെ ഒപ്പോസ് ചെയ്തിരുന്നു. സുഗതൻ ഇനി കൗൺസിലിൽ തുടരണ്ട എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷെ അത് നടപ്പിലാകാതെ വീണ്ടും കൗൺസിലറായി തിരിച്ചു വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരിക്കലും പ്രതിപക്ഷം തയ്യാറാകില്ല. അപ്പോൾ ഇനി എനിക്കൊന്നും അടുത്ത 5 വർഷവും നടക്കാൻ പോകുന്ന ശക്തമായ പ്രതിരോധം ഇതിനെതിരെ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേസ്റ്റ് മാനേജ്മെന്റ്, കുടിവെള്ള പ്രശ്നം, അതുപോലുള്ള പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇത്തരത്തിൽ പ്രശ്നമൊന്നുമില്ല, കള്ളപ്രചാരണമാണ് എന്ന് നമ്മുടെ മേയർ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കിങ്ങനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന, പ്രതിപക്ഷത്തിന് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് ഭരണസമിതി പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സുഗതനും ഈ പറഞ്ഞ കിരീടത്തിലെ തൂവൽ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. മുന്നോട്ടും ഈ പറഞ്ഞ BJP ഭരണസമിതിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വെല്ലുവിളികൾ ഉണ്ടാകും. ഇനി അവർ എന്താ പറയാ, അവര് പ്രൂവ് ചെയ്യണം, ഓക്കെ ഞങ്ങൾ ഏബിൾ ആണ്, ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ ലീഡ് ചെയ്യാൻ ഞങ്ങൾ നല്ലൊരു ടീമാണ് എന്നുള്ളത് അവർ സ്വയം പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. കാരണം അത്രയ്ക്ക് പ്രതിഷേധമുണ്ടാകും. ഇനി ശരിക്കും പറഞ്ഞാൽ വാഴത്തോണം വാർഡിൽ ഇനി ഒരു റീഎലക്ഷൻ നടന്നാൽ പോലും BJPക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ കാപ്പ കേസ് ചുമത്തി അകത്ത് പോയ ആ സമയത്ത് സുഗതനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ നിർത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിലപാട് എന്നുള്ളൊരു ഫാക്ടറിൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. പക്ഷെ BJPയുടെ കാര്യം ഇപ്പോൾ വീണ്ടും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പം പറഞ്ഞ പോലെ BJPക്ക് ഭയമായിരുന്നു. അതായത് താങ്കൾ ഇനിയൊരു റീഎലക്ഷൻ ഇവിടെ നടത്തിയാൽ ജയിക്കൂല എന്നൊരു ഭയം. നമുക്കറിയാം കാപ്പ കേസിലെ സുഗതൻ വന്നതിന് ശേഷം ഇതുവരെ സുഗതനെതിരായിട്ട് ഒരു വാക്ക് പോലും BJPയിൽ നിന്ന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മള് മുൻ DGP ആയിരുന്ന ശ്രീലേഖ പോലും പോലീസിനെതിരെയാണ് സംസാരിച്ചിരുന്നത് പോലും. അപ്പം ആ ഒരു ഭയം കൊണ്ടായിരിക്കും അവര് പിന്നെ റീഎലക്ഷൻ നിൽക്കാതെ സുഗതനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഭരണം വേണം എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കും ഇപ്പൊ ഈ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അവസ്ഥ വന്നത്.